ബഹ്റൈൻ റോഡ് ഷോയിൽ അടുത്തതായി അൽ ഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡ്. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡിൽ നമ്മോടൊപ്പമുള്ളത് അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സായ ഡോക്ടർ ഷാജുവും ഡോക്ടർ ജിജു ജേക്കബുമാണ്. ഇതിൽ ഡോക്ടർ ഷാജുവിന് ഈ രംഗത്ത് 18 വർഷത്തെ എക്സ്പീരിയൻസും ഡോക്ടർ ജിജു ജേക്കബിന് ഈ രംഗത്ത് 14 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഉള്ളത്. ഫസ്റ്റ് എയ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷാജു ആൻഡ് ഡോക്ടർ ജിജു ജേക്കബ്. ഓക്കെ ഡോക്ടർ, ICU കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ICU എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലമായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ പല അവയവങ്ങളുടെയും പ്രവർത്തനം താറുമാറായിരിക്കാം. ആ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനും ആ രോഗിയെ സ്റ്റേബിൾ സ്റ്റേറ്റ് ആകുന്നത് വരെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കുന്നതിനും ഇൻറ്റൻസീവായിട്ട് നിരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് ഈ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഹാർട്ടിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള അതിന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഇടമാണ് ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് ICCU എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ICCU വേറൊരെണ്ണമുണ്ട്. ഇതിപ്പോൾ ICUവിലാണ് നമ്മൾ നിൽക്കുന്നത്. അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? അൽ ഹിലാൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കൊരു സ്ട്രോങ് മെഡിക്കൽ ടീമുണ്ട്. ഞങ്ങൾ ലീഡർ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻറ്റ് ഡോക്ടറുണ്ട്. പിന്നെ ഞങ്ങൾ 2 സ്പെഷ്യലിസ്റ്റുകൾ, ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 5 ജൂനിയർ ഡോക്ടേഴ്സ്. ഇത്രയാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെഡിക്കൽ ടീംസ്. പിന്നെ 24 hours വർക്ക് ചെയ്യുന്ന കാഷ്വാലിറ്റി, 11 മണിക്കൂർ കവർ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് OP ടീം, 24 hours വർക്കിംഗ് ലാബ്, ഇതെല്ലാം ഞങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകതകളാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ICU, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, നമ്മളിപ്പം പറഞ്ഞ പോലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്, ഞങ്ങൾക്കൊരു ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്, കാർഡിയാക് എക്കോ ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഞങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ഏതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് കിടപിടിക്കുന്നതിനേക്കാട്ടിലും നല്ലൊരു സ്ട്രോങ് ടീമും ഒരു വെൽ എക്യുപ്ഡ് ഇൻറ്റേർണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകത. എന്തുതരം കേസുകളാണ് ICUവിലേക്ക് റെഫർ ചെയ്യാറുള്ളത്? നമ്മളൊരു പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി നോർമൽ പേഷ്യൻസ് ആണെങ്കിൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അൺസ്റ്റേബിൾ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നു. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിനെ ഞങ്ങൾ ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഇനിയും സീരിയസ് ഇൻഫെക്ഷൻസ് വന്നിട്ട് പേഷ്യൻ്റെ ബ്ലഡ് പ്രഷർ, എന്തെങ്കിലും കോൺഷ്യസ് ലെവൽ ഓൾട്ടർ ചെയ്യുക, അങ്ങനെയുള്ള പേഷ്യൻസിനെ ഞങ്ങൾ മെഡിക്കൽ ICUവിലേക്ക് മാറ്റുന്നു. വേറൊരു വിഭാഗം പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറുള്ള സ്ട്രോക്ക് പേഷ്യൻസ്, അങ്ങനെയുള്ളവരെ ഞങ്ങളിവിടെ മെഡിക്കൽ ICUവിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നെ ഡ്രഗ് ഓവർഡോസേജ്, പോയിസണിങ്, ഇലക്ട്രിക് ഷോക്ക്, ഇങ്ങനത്തെ രോഗികളെയും ഞങ്ങൾ മെഡിക്കൽ ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. സാധാരണയായി ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ പുറത്തുനിന്നുള്ളവരെ കാണാൻ അനുവദിക്കാറില്ല, അതെന്തുകൊണ്ടാണ്? അത് മുഴുവനും ശരിയല്ല. ചില രോഗികൾ അബോധാവസ്ഥയുള്ള രോഗികളുണ്ടാവാം, ചിലർ ബോധത്തോടുകൂടിയുള്ള പേഷ്യൻസും ഉണ്ടാവാം. അബോധാവസ്ഥയിലുള്ള പേഷ്യൻറ്റ് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഈ രോഗിയുടെ ആളുകൾക്കില്ല. അതിലേക്കാണ് പ്രധാനമായിട്ട് ഇതൊരു സ്റ്റെറൈൽ ഏരിയ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. വളരെ രോഗാണുവിമുക്തമായിട്ടുള്ള ഏരിയ ആയിട്ടാണ് നമ്മൾ ICU സൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇൻഫെക്ഷനായിട്ട് വരുന്ന രോഗികളെല്ലാം മറ്റു രോഗികളുടെ ഇൻഫെക്ഷൻ കൂടി, മറ്റുള്ള വിസിറ്റേഴ്സിൻ്റെ സന്ദർശനം കൊണ്ട് ഈ രോഗിക്ക് കൂടുതൽ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ലിമിറ്റ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗികളുടെ ബന്ധുക്കളെ മറ്റോ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു അപ്രിക്കേഷൻ, ആങ്സൈറ്റി, അതുമൂലം ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ, പ്രത്യേകിച്ചും ഹാർട്ട് അസുഖമുള്ള രോഗികളൊക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആളുകൾ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വികാരക്ഷോഭം കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ്, അതൊരിക്കലും ചിലപ്പോൾ അവരുടെ ഹാർട്ടിനോ മറ്റോ നന്നായിരിക്കില്ല. പല രോഗികളുടെയും ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളെ 1-2 പ്രാവശ്യം ഒരു ദിവസത്തിൽ 1-2 മിനിറ്റ് കാണാൻ ഞങ്ങൾ സാധാരണ അനുവദിക്കാറുണ്ട്. രോഗികളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് പല ഹോസ്പിറ്റലുകളിലും വെച്ചിരിക്കുന്നത്. ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് എന്ത് തരം കെയറാണ് കൊടുക്കുന്നത്? ഒരു രോഗി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വന്നാൽ ഉടനെ തന്നെ ഞങ്ങളൊരു IV ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. IV ലൈൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ രോഗിയെ കാർഡിയാക് മോണിറ്ററിലേക്ക് ഞങ്ങൾ മൾട്ടി ഫങ്ഷനിങ് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ആ മൾട്ടി ഫങ്ഷൻ മോണിറ്ററിങ്ങിൽ നമുക്ക് രോഗിയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ്, രക്തത്തിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ട് അഥവാ സാച്ചുറേഷൻ, പൾസ് ഓക്സിമീറ്റർ, രോഗിയുടെ ബ്ലഡ് പ്രഷർ എത്രയാണ്, ഇതെല്ലാം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റിയിരിക്കും. പിന്നെ ഈ ICUവിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ബെഡിനും ഓരോ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 24 hours ഇവിടെ ഡ്യൂട്ടിക്ക് ഒരു ഡോക്ടർ അവൈലബിൾ ആണ്. ഈ രോഗിയുടെ കണ്ടീഷൻ എന്തെങ്കിലും സീരിയസ് ആണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളെ ഇൻഫോം ചെയ്യാൻ തക്കവണ്ണം അവരെ ഞങ്ങൾ വേണ്ട വിധം ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്.
അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച ഡോക്ടർ ഷാജുവിനും ജിജു ജേക്കബിനും താങ്ക്സ്. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Moharak, Kingdom of